ഗുഡ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഷിൻസാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ സെറ്റ് ആണ്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡില്, ആക്ച്വലി വൈറ്റ് ഷെയ്ഡില് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ചുരിദാർ സെറ്റ് ആണ്. ഇത് ഒരു 3 പീസ് കോംബോ ആണ്. പാന്റ് ഉണ്ട്, ഷോൾ ഉണ്ട്, ടോപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സിംഗ് ചെയ്ത് നോക്കാം. വിലയും മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിലൂടെ പറയുന്നതാണ്. കീപ് വാച്ചിങ്. അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് പാൻസ് ആണ്, ഗ്രീൻ ഷെയ്ഡിലാണ് പാൻസ് വരുന്നത്. ടോപ്പാണ്, അടിപൊളിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഹിയർ കംസ്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പാൻസ് തന്നെ നോക്കാം. ഇതാണ് പാന്റ് വരുന്നത്. പാന്റില് നല്ല ഡാർക്ക് ഗ്രീൻ ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്യുവർ കോട്ടൺ ക്ലോത്ത് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് ആണ്. അത്യാവശ്യം വേണ്ട കട്ടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു നല്ലൊരു എന്താ പറയാ, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ പാറ്റേൺ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ എലാസ്റ്റിക്കും മറ്റു ഡീറ്റെയിൽസും വരുന്നത് ഇങ്ങനെ ഒരു എലാസ്റ്റിക് ആണ് വരുന്നത്. സാധാരണ നമ്മൾ നോർമൽ ആയിട്ടുള്ള എലാസ്റ്റിക്, രണ്ട് സൈഡും കാണുന്ന രീതിയിലുള്ള എലാസ്റ്റിക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വേറെ വർക്കും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. സാധാരണ നോർമൽ ആയിട്ടുള്ള പാന്റ്, വർക്കും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ തുണി നല്ല പ്യുവർ കോട്ടൺ തുണിയാണ് വന്നിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുവരെ ഓർഡർ ചെയ്താലും കോട്ടൺ എന്ന് പറയുമെങ്കിലും കോട്ടൺ വരാറില്ല. സോ അത് വെച്ച് നോക്കുമ്പോൾ ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ്, നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ്. നമുക്ക് ഉള്ളിൽ അങ്ങനെ കാണാത്ത ടൈപ്പ് ഒരു ക്ലോത്ത് ആണ്, നന്നായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഷോള് നോക്കാം. ഷോള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഷോളാണ്. ആഹാ, നല്ല തൂവെള്ള ഷോളാണ് വന്നിരിക്കുന്നത്. നേരിയ ക്ലോത്ത് ആണ്. ഇത് സാധാരണ നമ്മുടെ പോളിസ്റ്റർ ക്ലോത്ത് ആണ് വന്നിരിക്കുന്നത്. ഇതില് അവര് ജസ്റ്റ് ഈ പാൻസിന്റെ ഇത് അടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അടിച്ചൊന്നും അത്രയ്ക്ക് അങ്ങ് പോരാ. അടുപ്പെല്ലാം നൂലെല്ലാം വലിഞ്ഞിട്ടാണ് ഉള്ളത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് വെറുതെ ഒന്ന് ഇടാനായിട്ടുള്ള ഒരു ക്ലോത്ത് കംപ്ലീറ്റ് ആയിട്ട് അവര് ഇതില് ഈ ഒരു പാന്റിന്റെ ഈ ഒരു ഡിസൈൻ വെച്ച് അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ലെങ്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം വേണ്ട ഒരു ലെങ്ത് ഉണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഷോള് വരുന്നത്. ഇനി നമുക്ക് ടോപ്പിലേക്ക് കടക്കാം. ഇതാണ് ടോപ്പ്. ഓക്കെ, റെഡ് വൈറ്റ് ഷെയ്ഡ് ആണ്. ഇത് ഭാഗത്തിന് കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ്. ഇപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വൈറ്റില് റെഡ് പൂക്കളാണ് ഇതില് വന്നിരിക്കുന്നത്. അപ്പോ ഡിസൈൻ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. നോർമൽ ആയിട്ടുള്ള യൂണക്കാണ്, ഒരു വി ഷേപ്പിലുള്ള യൂണക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇവര് ഈ ഒരു സംഭവം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിടിപ്പിച്ചാണോ? അതെ, തുന്നി പിടിപ്പിച്ചിരിക്കുകയാണ്. മീഡിയം ആണ് സൈസ് വരുന്നത്. ബാക്കിൽ നോർമൽ ക്ലോസ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ പൂക്കളായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. എൻസിലും വേറെ ഡിസൈനും ലേസ് ഡീറ്റെയിലിംഗ് അങ്ങനെ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള പൂക്കൾ മാത്രമാണ് ഉള്ളത്. ഹാൻഡ്സ് ഫുൾ സ്ലീവ് 3/4 എന്ന് പറയാം. 3/4 സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ മെറ്റീരിയൽ പ്യുവർ കോട്ടൺ ആണ്. ഇതും ഹാൻഡ്സ് സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ്സിൽ അവര് ഇതിലെന്തോ ചെളിയൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. ഇതില് ചെളിയൊക്കെ പറ്റിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ചെറുതായിട്ടുള്ളൊരു പാൻസിന്റെ ഒരു ഡിസൈൻ ഇവര് പൈപ്പിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ ലൈനിങ്ങും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പ്യുവർ തുണിയാണ്. പക്ഷെ ഇത് മെറ്റീരിയൽ കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. പിന്നെ വൈറ്റ് അല്ല, പൂക്കൾ വരുന്നതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. ഇട്ട് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുട്ടി വീഡിയോ. ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും മറ്റു ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. 380 രൂപയാണ് ഈ ഒരു 3 പീസ് സെറ്റിനായത്. ഇതിൽ ടോപ്പും പിന്നെ പാൻസും പിന്നെ ഷോളും വരുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. ഇനി ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസൈഡിൽ എന്തെങ്കിലും ഒരു ലൈനിങ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് അടിക്കുകയോ അല്ലെങ്കിൽ നല്ല സ്ലിപ്സ് ഇടുകയോ വേണ്ടി വരും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ
ബാക്കിയെല്ലാം കൊണ്ടും ഈ ഒരു പ്രൈസിന് ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.